നമുക്ക് നല്ല ഫ്ലോലെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നോക്കാം. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഓക്കെ, ഫസ്റ്റ് ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഞാൻ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു പ്രൈമർ എടുക്കും. പ്രൈമർ ഞാൻ ചെയ്യുന്ന മേക്കപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ഗ്ലോയി ഡൂയി മേക്കപ്പാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൈമർ ആയിരിക്കും ചൂസ് ചെയ്യണത്. അപ്പോൾ എപ്പോഴും ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഒരു മേക്കപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്കതാണ് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നന്നായിട്ട് ഫേസ് ഫുള്ളും നെക്കിലും കൂടെ പ്രൈമർ അപ്ലൈ ചെയ്യും. പൊതുവേ എല്ലാവരും പോഴ്സ് ഉള്ള ഭാഗത്താണ് പ്രൈമറൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു ഗ്ലോ ഫുള്ളി കവറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ഫുള്ള് നന്നായിട്ട് ചെയ്യും. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഫൗണ്ടേഷനിൽ പോകും. എൻ്റെ കറക്റ്റ് സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വളരെ കുറച്ച് എമൗണ്ടിലെടുക്കും. എന്നിട്ട് ഫേസിൽ ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുക്കത്തുള്ളൂ. ആദ്യമേ കുറേ എമൗണ്ട് എടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യത്തില്ല. കുഞ്ഞായിട്ട് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ അത് ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി നല്ലതുപോലെ ടൈം എടുക്കും. അതുപോലെ ബ്ലെൻഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ബ്രഷ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ അങ്ങനെ കൊടുത്ത് ബ്ലെൻഡ് ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ബഫ് ചെയ്തും ബ്ലെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ രണ്ടും രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. പിന്നെ നമ്മൾ സ്കിൻ കെയറിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് കുരുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫേസിൽ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്.